ഹലോ, ഇതുപോലെയുള്ള ക്രോഷറ്റിൻ്റെ ഡയഗ്രാം കിട്ടിയാൽ പാറ്റേൺസ് റീഡ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ക്രോഷയുടെ ഓരോ പ്രൊജക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇത് ഏതെല്ലാം സ്റ്റിച്ചസ് എൻ്റെ സിമ്പിളാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റിച്ചസും പരിചയപ്പെടുത്താം. ഫസ്റ്റ് വരുന്നത് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു CH എന്നാണ് നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ഒരു റൗണ്ട്, കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ലാതെ ഒരു ഓവൽ ഷേപ്പിലായിട്ടാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എത്ര ചെയിൻ സ്റ്റിച്ച് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ചിലപ്പം 10 സ്റ്റിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സ്ലീപ്പ് സ്റ്റിച്ചാണ്. സ്ലീപ്പ് സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് SL സ്പേസ് ST അങ്ങനെയാണ് വരിക. ഇതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ഒരു ഡാർക്ക് ഡോട്ട് ഇട്ട പോലെ ആയിട്ടാണ് ഇതിൻ്റെ സിമ്പിൾ വരുന്നത്. അപ്പോൾ സ്ലീപ്പ് സ്റ്റിച്ചിന് നമ്മൾ ഈ ഒരു സിമ്പിളാവും ഉണ്ടാവുക. അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് SC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത്. പിന്നെ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ്, ചില ടൈമിൽ പ്ലസ്സിലും കാണാം. അതുപോലെ നമ്മൾ X ഷേപ്പ് എഴുതിയതുപോലെയുള്ള 2 ടൈപ്പിലായിട്ടും നമുക്ക് ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് HDC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ടാവുക. അതുപോലെ അത് നമ്മൾ T എന്ന ഒരു ലെറ്റർ എഴുതിയതുപോലത്തുള്ള സിമ്പിളാവും അതിനുണ്ടാവുക. അടുത്തത് നമുക്ക് ഡബിൾ ക്രോഷറ്റ് ആണ്. ഡബിൾ ക്രോഷറ്റിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DC എന്നാണ് ഡബിൾ ക്രോഷറ്റിൻ്റെ ഷോർട്ട് ഫോം. അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് നമ്മൾ T എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമുക്ക് അതിൻ്റെ സിമ്പിൾ, DCയുടെ സിമ്പിളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അടുത്തത് നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് ആണ്. ട്രിപ്പിൾ ക്രോഷറ്റിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് TR ആണ്. TR എന്നാണ് ഷോർട്ട് ഫോം വരിക. അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ഒരു T എഴുതിയിട്ട് അതിൻ്റെ താഴെ 2 ലൈൻ ഉണ്ടാവും. 2 ലൈൻ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു സിമ്പിളിനെ ട്രിപ്പിൾ ക്രോഷേ സിമ്പിളായിട്ട് നമ്മൾ കണക്കാക്കണം. അടുത്ത വരുന്നത് സിംഗിൾ ക്രോഷേ 2 ടുഗദർ ആണ്. സിംഗിൾ ക്രോഷേ 2 ടുഗദറിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് SC2TOG. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാവും ഉണ്ടാവുക. അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഡബിൾ ക്രോഷേ 2 ടുഗദർ ആണ്. ഡബിൾ ക്രോഷേ 2 ടുഗദറിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DC2TOG എന്നാണ്. അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ 5 ഡബിൾ ക്രോഷേ സ്റ്റെൽ സ്റ്റിച്ചാണ്. അതിന് നമ്മൾ 5DC ഷെൽ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. അതുപോലെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിൽ തന്നെ 5 DC ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സിമ്പിളാണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്നത്. ഇനി അടുത്തത് മാജിക് സർക്കിളാണ്. മാജിക് സർക്കിളിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് MC ആണ്. പക്ഷേ അതിൻ്റെ സിമ്പിൾ വരുന്നത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. ചെയിൻ സ്റ്റിച്ചിന് ഒരു ഓവൽ ഷേപ്പാണ് വരിക. പക്ഷേ മാജിക് സർക്കിളിന് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ സിമ്പിൾ ഉണ്ടാവുക. അടുത്ത വരുന്നത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷറ്റ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് FPDC എന്നാണ്. അതിൻ്റെ ഒരു സിമ്പിൾ വരുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഈ ഒരു ഷേപ്പൊക്കെ എല്ലാവരും ഒരു ബുക്കിൽ ഒന്ന് വരച്ച് വെക്കുക. അതുപോലെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത വരുന്നത് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷറ്റ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് BPDC. ഈ ഒരു 4 സ്പെല്ലിംഗ് ആണ് അതിന് വരിക. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇതുപോലെ ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടാണ് ഈ ബാക്ക് പോസ്റ്റും ഉണ്ടാവുക.
അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് വി സ്റ്റിച്ചാണ്. വി സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് VST. സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം ST. അപ്പോൾ VST അതിൻ്റെ സിമ്പിൾ വരുന്നത് ഒരു സ്റ്റിച്ചിൽ തന്നെ ഒരു DC ചെയിൻ 1 ഒരു DC ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടാണ് വി സ്റ്റിച്ചിൻ്റെ സിമ്പിൾ വരുന്നത്. അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ബാക്ക് ലൂപ്പാണ്. ബാക്ക് ലൂപ്പിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത് BL എന്നാവും. അതുപോലെ ഒരു ചെറിയൊരു എഴുതിയ ഒരു ഷേപ്പിൽ താഴോട്ടേക്ക് എഴുതിയ ഒരു ഷേപ്പിലാവും അതിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാവുക. ഈ സിമ്പിൾസൊക്കെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഓരോ പാറ്റേൺസ് കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ നോട്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് ലൂപ്പ് വരുന്നത് ബാക്ക് ലൂപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്കാണ് ആ ഒരു പോലെയുള്ള ഒരു C പോലെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതും രണ്ടും നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സിമ്പിൾ കാണുമ്പോഴും നമ്മൾ ഇത് ആ നോട്ട് നോക്കിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ പാറ്റേൺസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തിന് ടെയിൽ എൻഡ് എന്നും ഈ ഒരു ഭാഗത്തിന് സ്ലിപ്പ് നോട്ട് എന്നും ഈ ഒരു യാണിന് വർക്ക് ചെയ്യുന്ന യാണിന് റണ്ണിങ് യാണെന്ന് പറയും. നമ്മൾ ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മുകളിലേക്ക് യാണിനെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുന്നതിന് യാൺ ഓവർ ചെയ്യാന്ന് പറയും. ഈ ഒരു കുളത്തുള്ള ഭാഗം നമ്മളിങ്ങനെ താഴോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമ്മൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ് ആയിട്ടുള്ളത്. ഈ യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. ഈ ഹുക്കിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഈ കുളത്തുള്ള ഭാഗം ഒന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടി. എല്ലാ ചെയിൻ സ്റ്റിച്ചും സെയിം അളവിൽ വരുന്നവരെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, ഒരുപാട് തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ അടുത്തുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. വീണ്ടും ഞാൻ ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. ഈ ഹുക്കിൻ്റെ മുകളിലേക്ക് യാണൊന്ന് വെച്ചിട്ട് ഈ കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു ചെയിൻ സ്റ്റിച്ച് വീണ്ടും കിട്ടി. ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഹുക്കിൽ വരുന്ന ഈ ഒരു യാണിനെ നമ്മൾ ചെയിനായിട്ട് കൗണ്ട് ചെയ്യൂല, അതിന് നമ്മൾ ലൂപ്പായിട്ടാണ് കൗണ്ട് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മൾ കൗണ്ട് ചെയ്യാതെ അടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയാണ് വരുന്നത്. നേരത്തെ ചെയ്ത പോലെ യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു 2 വിരലിനെ കൊണ്ട് ഈ ഒരു ഭാഗം നമ്മളൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇപ്പോൾ ചെയ്ത ചെയിൻ ലൂപ്പിനെ ഈ ഫസ്റ്റുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനെ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് എന്ന് പറയും. അടുത്ത ചെയിനിൽ ഫസ്റ്റ് മാത്രം നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. അടുത്ത ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ യാണിനെ ഒന്ന് ഹുക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു യാണിനെ ഈ ചെയിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഈ ഭാഗത്ത് ഞാനൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ ഹുക്കിനെ താഴോട്ടേക്ക് വലിച്ചിട്ട് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ
സ്ലീപ്പ് സ്റ്റിച്ച് എന്ന് പറയും. സ്ലീപ്പ് സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു റൗണ്ട് കഴിഞ്ഞ് അത് ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു യാണോവർ ചെയ്തിയ ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി കിട്ടും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. അതിന് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാങ്കറ്റ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുമ്പം ഒരു കർച്ചീഫിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് വെറുതെ ആവില്ല. സ്റ്റിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു കർച്ചീഫ് കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് അത്രയും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോൾ നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഇവിടെ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ഈ 2 ലൂപ്പ്, ഈ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഫസ്റ്റ് എടുക്കുന്നത് ഫ്രണ്ട് ലൂപ്പ്, പിന്നെ അതിൻ്റെ അപ്പുറമുള്ളത് ബാക്ക് ലൂപ്പ്, അങ്ങനെ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യൊന്നും വേണ്ട, കുറച്ചധികം ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഹുക്കിട്ട ലൂപ്പ് നമ്മൾ കൗണ്ട് ചെയ്യാതെ യാണോവർ ചെയ്തിട്ട് ഈ ഹുക്കുള്ള ലൂപ്പ് കഴിഞ്ഞിട്ട് 1 2 2 ലൂപ്പ് ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഹുക്കിൽ 1 2 3 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്കിപ്പ് ചെയ്ത ചെയിന് നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. അത് നമ്മളൊരു ചെയിൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. വീണ്ടും യാണോവർ ചെയ്യുക, പിന്നെ നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. 1 2 3 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. യാണോവർ ചെയ്യുക, വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, സെയിം ചെയിനിലൂടെ തന്നെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യ അല്ലെങ്കിൽ ഹാഫ് ഡി സി എന്നൊക്കെ പറയും. യാണോവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തത് ഒരു പ്രാവശ്യമാണ് യാണോവർ ചെയ്തിട്ടുള്ളത്. ഇനി 2 പ്രാവശ്യം യാണോവർ ചെയ്യുക. 1 2 3 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ലൂപ്പ് കിട്ടും. 1 2 3 4 4 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും.
വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത 4 ചെയിൻ ഇവിടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചായി വന്നിട്ടുണ്ട്. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കാം. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് ബാലൻസ് 2 ലൂപ്പാണ്. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു വലിയ സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഹാഫ് DC ചെയ്തത് കണ്ടില്ലേ, DCനേക്കാളും നല്ല വലുപ്പത്തിലാണ് ഈ സ്റ്റിച്ച് ഉള്ളത്. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഞാനിവിടെ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ 2 ചെയിന് നമ്മൾ ഒരു ചെയിൻ ആക്കിയിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി കാണിക്കാം. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. തൊട്ടടുത്ത ചെയിനിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഈ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിൽ പുറത്തേക്ക് എടുക്കുക. 2 ചെയിനിനെ നമ്മൾ ഒരു ചെയിനായിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. കണ്ടോ, താഴെ നമുക്ക് 9 ചെയിൻ സ്റ്റിച്ച് 9 അതുപോലെ തന്നെ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കണം, യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഞാൻ ഈ റൗണ്ടിൽ ഫുള്ളും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 1 2 3 ചെയിൻ 3 ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച്. ഒന്നുകൂടി കാണിക്കാം. യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്പേസ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക.
അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ സ്ലിപ്പ് നോട്ട് ചെയ്തില്ലേ, ആ സ്ലിപ്പ് നോട്ട് ചെയ്തതുപോലെ തന്നെ കുറച്ച് ടൈലൻഡ് അധികം എടുക്കുക. സ്ലിപ്പ് നോട്ട് ചെയ്തതിനേക്കാളും കുറച്ച് അധികത്തിൽ ടൈലൻഡ് എടുക്കുക. ഞാനിപ്പം ഈ ഒരു നമ്മളെ ഹുക്ക് സെറ്റിന്റെ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കേട്ടോ ഇത്ര അധികം എടുക്കാൻ പറയുന്നത്. നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്ര അധികം ഒന്നും എടുക്കണ്ട. ഇത് സ്റ്റാർട്ടിങ് ആകുമ്പോൾ വലിക്കാനൊക്കെ നിങ്ങൾക്കൊരു ഒരു സുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുക്കാൻ പറയുന്നത്. കുറച്ച് നൂല് വേസ്റ്റ് ആവും, എന്നാലും വേണ്ടില്ല, നമ്മൾ പഠിക്കുകയല്ലേ. അപ്പോൾ കുറച്ച് അധികം യാൺ എടുക്കുക. അതിന് ശേഷം നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇങ്ങനെ നമ്മൾ ഫിംഗറിൽ ഇങ്ങനെ പിടിച്ചിട്ട് റണ്ണിങ് യാൺ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ക്രോസ് ആക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഇതിങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഒരു കെട്ട് പോലെ വന്ന് അതിനുശേഷം ഈ ഭാഗത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ റണ്ണിങ് യാണിനെ ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് വലിച്ച് ടൈറ്റ് ആക്കാതെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ആക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതൊരു സർക്കിള്, ഈ സർക്കിള് ടൈറ്റ് ആക്കുമ്പോൾ നമുക്ക് എന്താവും, സ്ലിപ്പ് നോട്ട് കിട്ടും. പക്ഷെ ഞാൻ ഇത് ടൈറ്റ് ആക്കുന്നില്ല. ഇതാണ് നമ്മൾ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മളിപ്പം ഉള്ളിന്ന് വലിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുന്നത് ഇത് ഒരു ഊരി പോവാക്കാനാണ്, ഒരു സെക്യൂറിന് വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ ചെയിൻ 1 ചെയ്തു. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തത് ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ചെയിൻ ചെയ്തു, യാൺ ഓവർ ചെയ്യുക, അടിയിലൂടെ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തത് മുകളിലൂടെയാണ്. ഇപ്പോൾ അടിയിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പേസിലൂടെ ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ DCയുടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പേസിലൂടെ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. അടിയിലൂടെ വേണം ഹുക്ക് ഇൻസെർട്ട് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് ഈ അടിയിലൂടെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത DCൻ്റെ മുകളിലൂടെ താഴോട്ട് എടുത്തിട്ട് വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ. അടിയിലൂടെ മുകളിലേക്ക് എടുക്കുക, താഴോട്ട് എടുക്കുക. ഓരോ ചെയിനിലും ഓരോ സ്റ്റിച്ചിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ചിലും മുകളിലേക്ക് ഇങ്ങനെ ഓരോ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതുപോലെയുള്ള ഭാഗം ബാക്കിലാണ് വരിക. അതിപ്പോൾ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷന് മുന്നിലായിട്ടാണ് വരിക. ഓരോ ചെയിനിലല്ല ഓരോ DCയിലും ഉള്ളിലൂടെ അടിയിലൂടെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു DCൻ്റെ താഴേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഈ ഒരു പാറ്റേണാണ് നമുക്ക് കിട്ടുക. ലാസ്റ്റ് ചെയിനിലും അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇവിടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് പോലെ കിട്ടും, താഴത്ത് നല്ല പ്ലെയിൻ ആയിട്ടും കിട്ടും. ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ ഈ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത്
ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചില്ലേ, ഇങ്ങനെതാ ഈ ഹുക്കിട്ട സ്പേസ് ഇതാ, ഈ സ്പേസിലേക്കാണ് നമ്മളിനി നീഡിലിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തതിന് ശേഷം ഈ ഒരു സ്പേസിൽ ഫസ്റ്റത്തെ 3 ചെയിൻ ചെയ്ത ഇത് കൗണ്ട് ചെയ്യണ്ട, സെക്കൻഡ് DCയിലാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നീഡിൽ ഇങ്ങനെ വെക്കുക, യാൺ ഓവർ ചെയ്യുക, ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് വലിക്കുക. ഇനി നമ്മൾ DC ചെയ്യുന്നത് പോലെ തന്നെ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒന്നുകൂടി കാണിക്കാം. യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ഈ ഒരു സ്പേസിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലൂടെ തന്നെ യാണിനെ പുറത്തേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചായി വരുന്നത്. നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ ചെയ്യുക, ഹാഫ് DCയിൽ ചെയ്യുക, ട്രിപ്പിളിൽ ചെയ്യുക. പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് ഇതിൽ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽപ്പ് ഉണ്ടാവും. നീഡിലിട്ടിലൊക്കെ ഇതിലാന്ന് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. തൊട്ടടുത്ത DCയിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് വി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്രോഷ്യയുടെ വി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 13 ചെയിൻ സ്റ്റിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 1 2 3 4 4 ചെയിൻ സ്കിപ്പ് ചെയ്യാം. 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 5th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 5th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാൺ ഓവർ ചെയ്ത് സെയിം സ്പേസിൽ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത കണ്ടോ, ഇതേ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പ് കിട്ടും, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഒരു 3 ചെയിൻ സ്കിപ്പ് ചെയ്തത് ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഇത് നമുക്കൊരു വി സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. കണ്ടോ, ചെയിൻ 1 ചെയ്യുക, ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 വി സ്റ്റിച്ച് കിട്ടി. യാൺ ഓവർ ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിൽ ഓൺലി എന്ന് പറയുമ്പം ഈ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാതെ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുന്നതിനെയാണ് ബാക്ക് ലൂപ്പ് ഓൺലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്യാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഷൂസൊക്കെ ചെയ്യാൻ നമ്മൾ ബാക്ക് ലൂപ്പ് ഓൺലി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ബാക്ക് ലൂപ്പ്, അപ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ നമുക്ക് ഒരു വര പോലെ അവിടെ മുന്നിൽ കാണും. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് പോലെ കാണും. മുകളിൽ ടോപ്പിൽ നമ്മളൊരു സ്റ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ കാണും. ഈ ഒരു സ്റ്റിച്ചിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഈ ഫ്രണ്ട് ലൂപ്പ് വെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏത് ഭാഗം പിടിച്ചാലും ഈ തിരിച്ച് വെക്കുകയാണെങ്കിലും ഈ ഫ്രണ്ടിൽ വരുന്ന ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഈ 2 ലൂപ്പായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഫ്രണ്ട് ലൂപ്പും മറ്റത് ബാക്ക് ലൂപ്പും ആണ്. അപ്പോൾ ഫ്രണ്ട് ലൂപ്പ് വെച്ചിട്ട് DC ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം.
yarn over ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ലൂപ്പ് 2 ലൂപ്പ് യൂസ് ചെയ്യാതെ ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് ലൂപ്പ് ഓൺലി യൂസ് ചെയ്യാമെന്ന് പറയൽ. നമ്മളിപ്പോൾ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യണം. ഇത് ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഓരോ പാറ്റേൺസിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ മാത്രം ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുക. yarn over ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn over ചെയ്യുക. ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. ഈ ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് ലൂപ്പ് ഓൺലി എന്ന് പറയുന്നത്. yarn over ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലെ ലൂപ്പ് ഇങ്ങനെ ബാക്കിലായിട്ട് ഇങ്ങനെ കാണും, പക്ഷേ ഫ്രണ്ടിൽ നല്ല നീറ്റായിട്ടുണ്ടാവും. ഇനി നമ്മൾ ബാക്ക് ലൂപ്പ് ഓൺലി എന്ന് പറയുമ്പം ഈ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാതെ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുന്നതിനെയാണ് ബാക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ എത്ര ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പോൾ 4 ചെയിനിലും 12 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഓരോ ചെയിനിലും 3 വീതം ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് 4 റൗണ്ട് പോലെ കാണാൻ പറ്റും. ആ 4 റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ 1 2 3 4 4 ചെയിൻ സ്റ്റിച്ചാണുള്ളത്. അപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4. ആ 4 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഡോട്ട് പോലെ കാണുന്നുണ്ട്. ഡോട്ട് എന്ന് പറയുന്നത് നമ്മളെ സ്ലീപ്പ് സ്റ്റിച്ചാണ്. അപ്പം നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൗണ്ട് പോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിവിടെ 1 2 3 4 4 ചെയിനാണുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് 3 ഡോട്ട് 3 ചെറിയ റൗണ്ടാണ് കാണുന്നത്. ആ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ടീ പോലെ, ടീൻ്റെ മുകളിൽ ഒരു ലൈന്. അപ്പോൾ ടീ പോലെ ആണെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണെന്ന് നമുക്കറിയാം. പിന്നെ അതിൽ ഒരു ലൈന് വന്നാണ് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക എത്ര ഡബിൾ ക്രോഷ്യ ഉണ്ടെന്ന്. അപ്പോൾ അത് 12 ഡബിൾ ക്രോഷ്യ ആണുള്ളത്. അപ്പോൾ 12 ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഒന്നിൽ തന്നെ നമ്മൾ 3 എണ്ണം ചെയ്താലേ നമുക്ക് 4 ചെയിനിലും 3 എണ്ണം ചെയ്യുമ്പോഴേ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിൽ 3 ചെയിൻ ചെയ്ത് അതേ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. 1 2 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 എണ്ണം ചെയ്ത് കൊടുക്കാം. 1 2 3. അടുത്ത ചെയിനിൽ നമ്മൾ 3 എണ്ണം ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 എണ്ണം കിട്ടി. ഇനി അടുത്ത 3ാമത്തെ ചെയിനിലും നമ്മൾ 3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ചെയ്യുന്നതോ ലാസ്റ്റ് ചെയിനാണ്. ആ ചെയിനിലും നമ്മൾ എന്ത് ചെയ്യാം, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇതിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ നമുക്ക് 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്കൊരു സർക്കിൾ കിട്ടും. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ്
നമുക്ക് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് നമ്മൾ ചെയ്ത ഈ ഫസ്റ്റ് ചെയിൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് നമ്മൾ ആ പാറ്റേണിൽ ഡയഗ്രാമിൽ കണ്ടത് നമ്മൾ ചെയ്താൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒരു ഡയഗ്രാം കിട്ടിയാൽ അതിൽ ഏതൊക്കെ സ്റ്റിച്ചസ് ആണോ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ വേണമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് പേരൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഡയഗ്രാം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പേര് നോക്കിയിട്ട് അതിൽ എത്ര ഡബിൾ ക്രോഷ്യ ഉണ്ട്, ഇത് എത്ര സിംഗിൾ ക്രോഷ്യ ഉണ്ട്, എത്ര DC ഉണ്ട്, അതേപോലെ ഹാഫ് DC ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റിച്ചും കൗണ്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഇങ്ങനെയാണ് നമുക്കൊരു പാറ്റേൺ ഇത് കിട്ടിയാൽ നമ്മൾ ഇപ്പോൾ റൗണ്ട് ഷേപ്പിൻ്റെ പാറ്റേൺ, ചെറിയ പാറ്റേൺ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൻ്റെ പാറ്റേൺ കിട്ടിയാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇനി നമുക്കൊരു ഹാർട്ട് ഷേപ്പിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ പിൻട്രസ്റ്റിലോ അതുപോലെ എവിടെയും കാണണമെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് കൂടി ഒന്ന് നോക്കാം. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ പാറ്റേണിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുക, പാറ്റേൺസ് കിട്ടിയാൽ ഇതിൽ ഏതൊക്കെ സ്റ്റിച്ചസ് ആണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിൽ ഏതൊക്കെ സ്റ്റിച്ചസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ വലിയ കട്ടിയിലൊരു വലിയ റൗണ്ട് കാണുന്നുണ്ടല്ലോ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാജിക് സർക്കിൾ ആണ് പറയുന്നത്. അപ്പോൾ ആ മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കട്ടിയിലുള്ള ഒരു ബ്ലാക്ക് റൗണ്ട് നമ്മൾക്ക് മാജിക് സർക്കിളാണ്. ആ മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര ചെയിൻ സ്റ്റിച്ചാണ് ഉള്ളത്? 3 ചെയിൻ സ്റ്റിച്ചാണ് ഉള്ളത്. 1 2 3 3 ചെയിൻ സ്റ്റിച്ചാണ് ഉള്ളത്. 3 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് T പോലെ എഴുതിയിട്ട് അതിൽ 2 ലൈനാണ് വരുന്നത്. അപ്പോൾ T പോലെ എഴുതുന്നതാണെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഒരു ലൈൻ വന്നാൽ ഡബിൾ ക്രോഷ്യ, 2 ലൈൻ വരുമ്പോൾ അത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ലൈനാണുള്ളത്. അപ്പോൾ നമ്മളത് ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യണം. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ 2 പ്രാവശ്യം ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് ഈ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 1 നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി 2 എണ്ണം കൂടി ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് നോക്കിയിട്ട് ആദ്യം ഈ സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ടീൻ്റെ മുകളിൽ ഒരു വര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ നമ്മളൊരു 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. ഒക്കെ നമ്മൾ ഈ ഒരു മാജിക് സർക്കിളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റിച്ചസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് വൺ ചെയ്തു, തേർഡ് വൺ ചെയ്തു. അപ്പോൾ പിന്നെ ഇനി നമുക്കുള്ളത് വരുന്നത് ഒരു ചെയിനാണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു ടോപ്പിലേക്ക് ആക്കിയിട്ടാണ് ഒരു ചെയിൻ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ടീ പോലെ ടീയിൽ 2 വര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ 1 ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കൊരു ചെയിൻ 1 കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു.
ഇനി നമുക്ക് വീണ്ടും കാണുന്നത് ബാക്ക് വൈസ് ആയിട്ട് വരികയാണ്. വീണ്ടും നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 2 ടൈംസ് yarn over ചെയ്തിട്ട് നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3. അപ്പോൾ നമ്മൾ ഇവിടെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റിച്ചസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ചെയിൻ സ്റ്റിച്ചാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡോട്ട് കാണുന്നുണ്ടല്ലോ, ആ ഡോട്ട് എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ സ്ലീപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പാറ്റേണിലുള്ള വർക്കുകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അത് കണ്ട നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാർഡ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ യാണിനെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഉള്ളിൽ നിന്ന് ഒന്നും കൂടി ബാക്കോട്ട് ആക്കിയിട്ട് വലിച്ച് വെക്കാം. ഇനി ഇതുപോലെ ഈ ടൈലൻറ്റും നമ്മളിപ്പോൾ കട്ട് ചെയ്ത യാണും കൂടി നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അതൊരു സെക്യൂരിന് വേണ്ടിയിട്ടാണ്, അഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ ബാലൻസ് വരുന്ന യാൺസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ കണ്ടോ, ഈ പാറ്റേൺ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു പാറ്റേൺ കിട്ടിയാൽ. അപ്പോൾ ഇനി ഇത് വലിയ പാറ്റേൺസ് ആണെങ്കിലും നമുക്ക് ഓരോ റൗണ്ടും നമ്മൾ നോക്കുക, ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ചസ് ഉണ്ട്, അത് ഏതൊക്കെ സ്റ്റിച്ചസ് ആണെന്ന് ആദ്യം ഒരു പാറ്റേൺ കിട്ടിയാൽ നമ്മളൊന്ന് ജസ്റ്റ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു നോട്ട് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എഴുതി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീഡിയോ നോക്കുമ്പോൾ നമുക്ക് ഓരോന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് ഈ പാറ്റേൺസ് അല്ലാതെ പിന്നെ കുറച്ച് ഇതിപ്പോൾ സ്റ്റിച്ചസിൻ്റെ ഷോർട്ട് ഫോമും സ്റ്റിച്ചസിൻ്റെ പാറ്റേണും ആണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ കുറച്ച് ഫോമും കൂടി നമുക്കുണ്ട്, അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ വരുന്നത് യാൺ ഓവർ എന്നാണ്. യാൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മുകളിൽ യാൺ വെച്ച് കൊടുക്കുന്നതിനെയാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത് YO എന്നാണ് യാൺ ഓവർ എന്ന് പറയുന്നതിന്. പിന്നെ നമ്മൾ ലൂപ്സ്, നമ്മൾ ഹുക്കുമലുള്ള ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് LP എന്നാണ് ലൂപ്പിന് പറയുന്നത്. അതിൻ്റെ ഒരു ഉള്ളിൽ കുറേ ലൂപ്പ് ഉണ്ടെങ്കിൽ S എന്ന് പറയും കേട്ടോ, ലൂപ്സ് എന്ന് പറയും. പിന്നെ ഇൻക്രീസിങ് സ്റ്റിച്ച്, ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം 3 എണ്ണം ഒക്കെ ചെയ്യണമെന്ന ആ ഒരു സ്റ്റിച്ചിനെയാണ് ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുക. അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് INC എന്നാണ്, ഇൻക്രീസിങ് സ്റ്റിച്ചിൻ്റെ. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 DC ചെയ്യും, അല്ലെങ്കിൽ 3 DC ചെയ്യും, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ 3 സിംഗിൾ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുക. പിന്നെ പറയുന്നത് ഡിക്രീസിങ് സ്റ്റിച്ചാണ്. ഡിക്രീസിങ് സ്റ്റിച്ച് പറഞ്ഞാൽ 2 സ്റ്റിച്ചിനെ ഒന്നാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് DEC എന്നാണ്. പിന്നെ വരുന്നത് സ്കിപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ് SK എന്ന് പറയും. സ്കിപ്പിന് പറയുന്നത് SK. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, ഈ ഒരു റൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ് REP എന്നാണ് റിപ്പീറ്റിന് പറയുക. ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ നമ്മൾ ക്രോഷ്യേക്കായിട്ട് ഒരു ബുക്ക് വെക്കുക. എന്നിട്ട് ആ ബുക്കിൽ ഇങ്ങനെ ഓരോ ഷോർട്ട് ഫോംസും എഴുതി വെക്കുക. പിന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളെ മൈൻഡിൽ വരും. ആ ഒരു വരുന്നവരെ നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡയഗ്രാം കിട്ടുമ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് അവർ പറയുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ പിന്നെ ഈ വീഡിയോസിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്പാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.